മുത്തുമണികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മാലയോഗം ഭാഗം 33 സ്വാഗതം. കുറേ സംസാരിച്ച് നമ്മൾ വെറുതെ സമയം കളയേണ്ട, കഥയിലേക്ക് പോവാല്ലേ. നിങ്ങളെല്ലാവരും വീഡിയോ തുറക്കുന്നത് തന്നെ കഥ കേൾക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ കഥ പറച്ചിൽ കേൾക്കാനല്ല. എന്നെനിക്കറിയാം ഉണ്ണിമായ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കേൾക്കാനും കാണാനൊക്കെ കാത്തിരിക്കുന്നവരാണ്. കവിതയുടെ വിവാഹവും നമുക്ക് പങ്കുചേരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. അന്ന് എന്നോടുള്ള ഇഷ്ടം പറഞ്ഞെങ്കിൽ ഇന്നലെ വിവാഹ തീയതിയും ഉറപ്പിച്ചു. പറയുമ്പോൾ നാണത്തോടെ കവിൾ തുടുത്ത് നിൽക്കുന്നവൾ റിസീവറിൻ്റെ വയർ തിരിച്ചു പിരിച്ചു നിന്നു. അവളുടെ പ്രവൃത്തി ബൂത്തിലിരിക്കുന്ന പയ്യൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടതും അവൾ പതിയെ വയറിൽ നിന്നും കൈവിട്ടു. എന്തൊക്കെയോ മായാജാലങ്ങൾ അവിടെ നടന്നേ. അങ്ങനെ നിന്റെ പ്രേമം പൂവണിഞ്ഞു. അല്ലെങ്കിലും ചെറിയമ്പ്യാര് ഭാഗ്യവാനാ. എൻ്റെ ഈ കള്ളക്കാന്താരിയെ കൂട്ടിന് കിട്ടിയില്ലേ? സന്തോഷായോ? ഒരു നിമിഷമെങ്കിലും ഉണ്ണിമായ സർവ്വ ദുഃഖങ്ങളും മറന്നുപോയിരുന്നു. സന്തോഷമൊക്കെ തന്നെയാ, പക്ഷേ ആ വീടും വീട്ടുകാരും അതിനകത്തെ അവസ്ഥയും ഓർക്കവേ നെഞ്ചിലൊരു പടപ്പുണ്ട്. പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി. നീ എന്തിനാ അതൊക്കെ ഓർക്കുന്നേ? നിന്റെ ചെറിയമ്പ്യാരില്ലേ കൂടെ? നേർത്ത സ്വരത്തോടെ ഉണ്ണിമായ പറയുന്നത് കേട്ട് കവിതയ്ക്കും വീണ്ടും നാണം വന്നു. അപ്പുവിനെ കൂട്ടി കല്യാണത്തിന് ഒരാഴ്ച മുന്നെങ്കിലും വാ. നിമിഷം ഉണ്ടാകില്ലേ കൂടെ? ഒരാഴ്ച മുന്നെയോ? ഒരു ജോലി കിട്ടിയിട്ടിപ്പോൾ തുടങ്ങിയേ ഉള്ളൂ. തോന്നിയ പോലെ ലീവെടുത്ത് അതും കളയണോ? പുഞ്ചിരിയോടെ ഉണ്ണിമായ തിരക്കിയതും കവിത നിശബ്ദയായി. നീ വിഷമിക്കണ്ടടോ, ഞങ്ങൾ വന്നിരിക്കും. അവളുടെ മൗനം മനസ്സിൽ ദുഃഖം തീർത്തപ്പോൾ ഉണ്ണിമായ അവളെ സമാധാനിപ്പിച്ചു. നിമിഷയോടും കൂടെ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ശേഷമാണ് കവിത ഫോൺ വെച്ചത്. ഉണ്ണിമായ വാഷ്റൂമിൽ പോയി കഥകളച്ചു. കവിതയുടെ വിശേഷങ്ങൾ അറിഞ്ഞതിലുള്ള സന്തോഷത്തെ ആവും വിധം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലല്ലോ താനെന്നോർത്തു. നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടക്കവേ അവൾ കരഞ്ഞു തീർത്തു. ഒടുക്കം ഭരതൻ തനിക്ക് പ്രിയപ്പെട്ടവളെയല്ല, തന്നെ പ്രിയപ്പെട്ടവളെ കണ്ടെത്തിയിരിക്കുന്നു. വിഘ്നേഷ് ഫോണെടുത്ത് സമുദ്രയെ വിളിച്ചെങ്കിലും ഫോൺ റിങ് അവസാനിച്ചു എന്നല്ലാതെ സമുദ്ര ഫോണെടുത്തില്ല. പരന്നു കിടക്കുന്ന മുടിയിഴകളിൽ മുഖം പൂഴ്ത്തി അവൾ കിടന്നു. അരികിൽ വെച്ച ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അവൾ തല ഉയർത്തി. മിഴികൾ കരഞ്ഞു ചുവന്നിരിക്കുന്നു. വിക്കി കോളിംഗ് എന്ന് എഴുതിയത് നിലക്കും വരെ അവൾ ക്രോധത്തോടെ അത് നോക്കി നിന്നു. ഷേ, ഇവളിത് എവിടെ പോയി കിടക്കുന്നു? സമുദ്ര, ഫോൺ എടുക്ക്. അവൻ ഫോൺ നോക്കി സ്വയം പറഞ്ഞു. വിഘ്നേഷ് താഴേക്ക് പൊടുന്നനെ പടികളിറങ്ങി കാർ ഷെഡിൽ കിടക്കുന്ന കാറിൽ കയറി പോയി. വിക്കി, സാപ്പിട്ട് പോടാ. സുബ്ബലക്ഷ്മി അവനുള്ള ചായ കയ്യിലെടുത്ത് ഉമ്മറം എത്തിയപ്പോഴേക്കും വിഘ്നേഷ് ഗേറ്റ് കടന്നിരുന്നു. കോളിംഗ് ബെല്ല് കേട്ട് സമുദ്രയുടെ അമ്മ പ്രീതി വന്ന് വാതിൽ തുറന്നു. അവളെവിടെ? തുറന്നപാടെ അവരെ കണ്ടതും അവൻ തിരക്കി. മുകളിലുണ്ട്. പ്രീതി മുകളിലേക്ക് നോക്കി ചൂണ്ടിക്കാട്ടിയതും വിഘ്നേഷ് അങ്ങോട്ടൊന്ന് നോക്കി കോവണിപ്പടികൾ കയറാൻ തുടങ്ങി. മോനെ, രാത്രി അത്താഴം കഴിഞ്ഞ് പോകാട്ടോ. അമ്മ വേഗം ഉണ്ടാക്കി വെക്കാം. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങെത്തിക്കോളും. ഗോവണിപ്പടികൾ അതിവേഗം കയറിപ്പോകുന്നവനെ നോക്കി പ്രീതി വിളിച്ചു പറഞ്ഞു. മറുപടി പറയും മുമ്പേ അവൻ മുകളിലെ ഹാളിലെത്തിയിരുന്നു. സമുദ്രയുടെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒന്ന് ശങ്കിച്ചെങ്കിലും അവൻ കതകിൽ മുട്ടി. വാതിൽ തുറക്കുന്നില്ല. അമ്മ ഒന്ന് ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? വീണ്ടും വീണ്ടും കതകിൽ തട്ടുന്ന ശബ്ദം കേട്ട് അകത്ത് നിന്ന് അസഹ്യതയോടെയുള്ള അവളുടെ ശബ്ദം കേട്ടു. അതോടെ വിഘ്നേഷിന് രോഷം കൊണ്ട് ഉച്ചത്തിൽ കതക് തുടരെ തട്ടി. അമ്മയാകുമെന്ന ഉറപ്പിൽ അവൾ കതക് വലിച്ചു തുറന്നപ്പോൾ മിഴികളിൽ അഗ്നിയാളി മുമ്പിൽ നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് ഭയന്നു. അവൻ്റെ മുഖം രോഷത്താൽ ശോഭിച്ചിരുന്നു. അവൾ വിടർന്ന മിഴികളോടെ അവനെ തന്നെ നോക്കി കതകടക്കാൻ ശ്രമിച്ചതും അവൻ ഒരു കൈ ശക്തമായി തന്നെ കതകിൽ അമർത്തിപ്പിടിച്ചു. അവൾ വാശിയോടെ കതകടക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും മൂർച്ചയുള്ള അവൻ്റെ നോട്ടം അവളിൽ നിന്ന് മാറിയില്ല. ബലം പിടിച്ച് കൈകളും ദേഹവും തളർന്നതും അവളൊന്ന് കുഴഞ്ഞു. ഈ തക്കം വിഘ്നേഷ് കരുത്തോടെ വാതിൽ തള്ളിയതും സമുദ്ര പിറകിലേക്ക് തെറിച്ചുപോയി ബെഡിൽ മലർന്നടിച്ചു വീണു. ശരവേഗത്തിൽ വിഘ്നേഷ് അകത്ത് കയറി കതക് കുറ്റിയിട്ടു. ബെഡിൻ്റെ അരികിലെത്തിയതും സമുദ്ര ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൻ എഴുന്നേൽക്കുന്നവളെ ബലപ്പെട്ട് പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നതിനിടെ ബെഡ്ഷീറ്റിൽ കാൽ തെന്നി വിഘ്നേഷ് സമുദ്രയുടെ ദേഹത്തേക്ക് തെന്നി വീണു.
വീഴ്ചക്കിടയിൽ ഇരുവരുടെയും നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടി. എന്താടി നിന്റെ മനസ്സിൽ? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനോ? നെറ്റിമുട്ടിയ വേദനയൊന്നും വകവെക്കാതെ രൗദ്രഭാവത്തിൽ അവൻ അവളോട് കയർത്തു. തൻ്റെ ശരീരത്തിന് മുകളിൽ ബലമമർത്തി കൈകളെ ബെഡിൽ പിടിച്ചു വെച്ച് കിടക്കുന്നവൻ്റെ ശബ്ദവും ഭാവവും നോട്ടവും ഇന്നോളം കണ്ടതുപോലെയല്ല. ഈ ചോദ്യം ഞാനാ നിങ്ങളോട് ചോദിക്കേണ്ടത്. എന്താ നിങ്ങളുടെ മനസ്സിൽ? നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഫോൺ എടുക്കാതെ എന്നോട് മിണ്ടാതെ ഇരുന്നതെന്തിനാ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ശിവാംഗി. നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ തൊട്ടേ തുടങ്ങിയ നിൻ്റെ ഈ മാറ്റം, ഉള്ളിൽ അതുവരെ നിറഞ്ഞ നൊമ്പരങ്ങൾ, അമർഷങ്ങൾ വാശിയായി മാറിയത് ഞാനല്ല, നിങ്ങളാ. അതും ആ ഉണ്ണിമായെ കിട്ടിയ പിന്നെ. അവളെ ഡ്രോപ്പ് ചെയ്യുന്നു, ജോലി കൊടുക്കുന്നു, ഇപ്പോഴിതാ ഹോസ്പിറ്റലിൽ അവൾക്ക് കൂട്ടുകിടക്കുന്നു. വെറും സ്റ്റാഫിനോടുള്ള അടുപ്പമാണ് വിക്കിക്ക് അവളോടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വേറെയും ജോലിക്കാരില്ലേ? അവരെയൊന്നും വിക്കി സഹായിച്ചിട്ടില്ലല്ലോ. ഉത്തരമില്ലാതെ അവളെ മീച്ചു നോക്കുന്നവളെ തള്ളി മാറ്റി സമുദ്ര എഴുന്നേറ്റു. ചമ്രം പടിഞ്ഞിരുന്നു. നിറഞ്ഞു വന്ന മിഴികൾ അമർത്തി തുടച്ച് ആടി ഉലഞ്ഞ മുടി അവൾ ചുരുട്ടി പിടിച്ച് കൊണ്ട കെട്ടി. വിഘ്നേഷ് നെഞ്ചിൽ 2 കൈകളും വെച്ച് മലർന്നങ്ങനെ കിടന്നു. സത്യത്തിൽ സമുദ്രയുടെ ചോദ്യങ്ങൾക്ക് അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഉണ്ണിമായെ കാറിൽ കയറ്റി ബസ് സ്റ്റോപ്പിൽ വിട്ട ദിവസം സമുദ്രയോട് അവൻ വാദിച്ചു ജയിച്ചെങ്കിൽ ഇന്ന് തെറ്റ് പൂർണ്ണമായും അവൻ്റെ ആണെന്നൊരു ബോധ്യം അവൻ്റെ ഉള്ളിൽ തോന്നി. പക്ഷെ എല്ലാത്തിനും ന്യായങ്ങളുണ്ടായിരുന്നു. ഉണ്ണിമായുടെ ബ്രദർ വീണെന്നും പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഫോൺ കോൾ വന്ന സമയത്താണ് ഞാൻ തിയേറ്ററിലെത്തിയത്. ആ ഒരവസ്ഥയിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ കഷ്ടം തോന്നി. മനസാക്ഷി എന്നൊന്നില്ലേ ശിവാംഗി പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അതെ വിക്കി, മനസാക്ഷി എന്നൊന്നുണ്ട്. ഉണ്ണിമായോട് മാത്രം. സമുദ്ര അത് ഏറ്റു പറയുമ്പോൾ അവളുടെ മുഖത്ത് അവനോടുള്ള അധിക്ഷേപം ഉണ്ടായിരുന്നു. സമുദ്ര കണ്ണീർ കലങ്ങിയ മിഴികളും വീർത്തുമുട്ടിയ കൺതടങ്ങളും അമർത്തി തുടച്ചു. വെങ്കിടേഷ് ബാങ്കിലെ ക്യാബിനിലേക്ക് വന്നപ്പോൾ വിഘ്നേഷ് ഡെസ്കിൽ കൈകുത്തി മുഖം പൊത്തി ഇരിപ്പുണ്ടായിരുന്നു. എന്താ ഏട്ടാ, സുഖല്ലേ? ഇല്ലെങ്കിൽ ഏട്ടൻ വീട്ടിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. വെങ്കിടി അവന് അഭിമുഖമായിരുന്നു. ശിവാംഗി, അവൾ വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആകുന്നുണ്ട്. നെറ്റി ഒഴിഞ്ഞു അവൻ മിഴികൾ അടച്ചു. എന്താ ഏട്ടാ? അവൻ ആകുലതയോടെ തിരക്കി. ഓരോന്ന് ആലോചിച്ച് കൂട്ടിച്ച് വെറുപ്പ് സമ്പാദിച്ച് അവൾ എന്നോട് വഴക്കിന് വരാണ്. ഇപ്പം എൻ്റെ ഫോൺ എടുക്കാറില്ല. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടും ഫലമുണ്ടായില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ വീണ്ടും വഷളായതേ ഉള്ളൂ. ഈ ടെൻഷനും കുന്തവും ഏൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കല്യാണമേ വേണ്ടെന്ന് വെച്ചത്. പിന്നെ നിൻ്റെയും അമ്മയുടെയും വേദവും അതിനിടയിൽ അവളുടെ ഒരു പ്രേമവും. ഇപ്പം എൻ്റെ സ്വൈര്യം പോയി കിട്ടി. നീരസം നിറഞ്ഞ വിഘ്നേഷിൻ്റെ വാക്കുകൾ കേട്ട് വെങ്കിടി മിഴിച്ചിരുന്നു പോയി. മുമ്പിൽ നെറ്റിയും മുഖവും തഴുകുന്നവനെ നോക്കവേ ഒരു വേള അകാരണമായൊരു ഭയം അവനെ പിടിമുറുക്കിയിരുന്നു. സമുദ്ര ശിവാംഗിയുടെ കോളേജിൽ വെച്ച് നടന്ന ഫാഷൻ കോമ്പറ്റീഷൻ്റെ ഗസ്റ്റായി കോളേജിലെത്തിയതായിരുന്നു വിഘ്നേഷ്. അവിടെ വെച്ചാണ് സമുദ്ര വിഘ്നേഷിനെ കാണുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ. ആ പരിചയം പിന്നീട് സൗഹൃദമായി. ആ സൗഹൃദം എപ്പോഴോ പ്രണയത്തിന് വഴിമാറി. ഏട്ടാ, മിഴികൾ അടച്ചു താടി കൈ കുമ്പിളിൽ വെച്ചു മിഴി പൂട്ടിയിരിക്കുന്ന വിഘ്നേഷിൻ്റെ മുടിയിൽ പതിയെ വെങ്കിടി തലോടി. ഞാൻ ശിവാംഗിയോട് സംസാരിക്കാം. വേണ്ട, അവൾ അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണ്. വിഘ്നേഷ് മുഖം അമർത്തി തുടച്ച്. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കാം. നമ്മുടെ അമ്മയ്ക്കും ഭാഗ്യത്തിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് നല്ല എക്സ്പീരിയൻസാണ്. ഫീസില്ല കോഴ്സല്ലേ അവർ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചിരിയോടെ വെങ്കിടി പറയുന്നത് കേട്ട് വിഘ്നേഷിനും ചിരി പൊട്ടി. കുറച്ചുകൂടെ കാത്തു നോക്കാം, അവൾ അല്പം തണുക്കട്ടെ. വിഘ്നേഷ് റിവോൾവിംഗ് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ജനലോരം വന്ന് നിന്നു. ഏട്ടൻ എന്തിനാ ഉണ്ണിമായ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ? ശിവാംഗിക്ക് ഏട്ടന് ഉണ്ണിമായുള്ള സൗഹൃദമോ ബന്ധമോ ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും തിയേറ്ററിൽ ജോലി കൊടുത്തത് എന്തിനാ? അതും ജനറൽ മാനേജറായിട്ട്. ആ മേഖലയിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും പരിചയസമ്പത്തുള്ളവർക്ക് കൊടുക്കേണ്ട ജോലി ഈ മേഖലയുമായി യോഗ്യത കൊണ്ട് പോലും യാതൊരു ബന്ധമില്ലാത്തവൾക്കാണ് ഏട്ടൻ ജോലി കൊടുത്തിരിക്കുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നീയും അവളെപ്പോലെ എന്നെ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാണോ? ഉണ്ണിമായ്ക്ക് തിയേറ്ററിലെ ജോലിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നത് സത്യമാണ്. അത് തുടക്കത്തിൽ. അങ്ങോട്ട് ജോലിക്ക് വന്ന ആദ്യത്തെ 2 ആഴ്ച മാത്രം. എന്നാൽ രജനീഷിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചും കണ്ടും മനസ്സിലാക്കിയും അവൾ അതെല്ലാം വേഗത്തിൽ പഠിച്ചെടുത്തു.
ഇന്ന് അവിടെ ജോലി ചെയ്യുന്ന നീ നേരത്തെ പറഞ്ഞ പരിചയസമ്പന്നരേക്കാൾ ഒരു പിടി മുന്നിലാണ് അവളുടെ മിടുക്ക്. ജനലരികളിൽ മുറുകെ പിടിച്ച വലം കൈ അവൻ വിടുവിച്ചു. ഞാൻ ഏട്ടനെ സങ്കടപ്പെടുത്താനോ ദേഷ്യപ്പെടുത്താനോ ചോദിച്ചതല്ല. ശിവാംഗിക്ക് ഇഷ്ടമില്ലാത്തത് ഏട്ടൻ ചെയ്യണ്ട. ഉണ്ണിമായ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടേക്ക്. അവൻ പറയുന്നത് കേട്ട് ഞെട്ടലോടെ വിഘ്നേഷ് ധൃതിയിൽ വന്ന് ചെയറിലിരുന്നു. ഒരിക്കൽ അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത അത്രയും വേദനയും നഷ്ടങ്ങളിൽ നിന്നും അതിജീവിച്ചു വന്നവളാണ് അവൾ. ഒറ്റപ്പെടുമ്പോഴും ആരും കൂട്ടിനില്ലാതിരിക്കുമ്പോഴും എന്തിനു വേണ്ടി ജീവിക്കണമെന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ ജീവിക്കാൻ പ്രത്യാശ നൽകുന്ന എന്തെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. അങ്ങനെ ഒന്നാണ് അവളുടെ അനിയൻ അപ്പു. എപ്പലോപ്സിയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ രോഗമാണ് ആ കുട്ടിക്കിപ്പോൾ. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. അറിയാതെ പറ്റിപ്പോയ അവളുടെ തെറ്റിന് ദൈവം തന്നെ അവളെ ശിക്ഷിച്ചിരിക്കുക. ഇനി ജോലി തിരിച്ചു വാങ്ങി ഞാനും അവളെ പരീക്ഷിക്കണോ? അത്രയും കൂടാ താങ്ങില്ലടോ ആ പാവം പെണ്ണ്. എന്തോ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരു ചെറു നനവ് അവൻ്റെ മിഴിയിൽ ഉതിർന്നു. ശരി, ജോലി കളയണ്ട. ഏട്ടൻ അവളെ സഹായിക്കാനോ മിണ്ടാനോ പോകണ്ട. ഇനി ഏട്ടൻ അവരുടെ അവസ്ഥ കണ്ട് സിമ്പതി കൊണ്ടാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തു കൊടുത്തോളാം. വിഘ്നേഷിൻ്റെ മിഴി നിറഞ്ഞത് കാണാൻ വെങ്കിടി പറഞ്ഞു. അതെ, നിന്റെ സഹധർമ്മിണി അറിഞ്ഞാൽ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കലും പട്ടിണിക്കിടയിലും മാത്രമല്ലേ ഇപ്പോൾ ശിക്ഷയുള്ളൂ. വിഘ്നേഷ് ചെറുപുഞ്ചിരിയോടെ പുരികമുയർത്തി ചോദിക്കുമ്പോൾ വെങ്കിടിയുടെ മുഖത്ത് തെളിഞ്ഞത് വഷളൻ ചിരിയായിരുന്നു. ഉണ്ണിമായ കവിതയ്ക്കും സുനിതയ്ക്കും സുചിത്രക്കുമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞപ്പോൾ നിമിഷ അപ്പുവിനും വിപിനും ജിതിനും ഒക്കെയുള്ള ഡ്രസ്സിന് വേണ്ടി ജെൻസ് സെക്ഷനിൽ പോയി. കവിതയ്ക്ക് കല്യാണ പിറ്റേന്ന് ഉടുക്കാൻ ഒതുങ്ങുന്ന ഇളം റോസ് ഓയിൽ സാരിയാണ് ഉണ്ണിമായ തിരഞ്ഞെടുത്തത്. മുൻപെപ്പോഴോ ഓയിൽ സാരി ഉടുക്കാനുള്ള മോഹം കവിത പറഞ്ഞത് അവൾ ഓർത്തു. സുചിത്രയ്ക്ക് കടുംപച്ച കോട്ടൺ സാരിയും സുനിതയ്ക്ക് ഇളം റോസ് ചുരിദാറും വാങ്ങി. സുനിത സാരി ഉടുത്ത് പിന്നെ കണ്ടിട്ടില്ല. ഒരിക്കൽ സുനിതയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉടുത്ത സാരി അവർ വലിച്ചൂരി. രോഗം ഒരുപാട് മൂർച്ഛിച്ച ഒരു കാലത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതിൽ പിന്നെ സുനിതയ്ക്ക് സാരി കൊടുത്തിട്ടില്ല. സാരി ഉടുത്ത് സുനിതയെ പുറത്ത് വിട്ടിട്ടുമില്ല. നാട്ടിലെ കാര്യങ്ങൾ ഓർത്ത് അവൾ ബില്ലിംഗ് സെക്ഷനിൽ എത്തിയപ്പോഴേക്കും നിമിഷയും അപ്പവും വസ്ത്രങ്ങളെടുത്തു അവളുടെ അരികിലെത്തി. ഇഷ്ടപ്പെട്ടു, എല്ലാം എടുത്തോ? വാത്സല്യത്തോടെ അവൻ്റെ നെറുകയിൽ തലോടി അവൾ ആരാഞ്ഞപ്പോൾ അപ്പം മുഴുവൻ പല്ലും കാട്ടി തലയാട്ടി. നിനക്കെടുക്കണ്ടേ? തുണിക്കടയിൽ നിന്നിറങ്ങുമ്പോൾ നിമിഷ ചോദിച്ചു. എൻ്റെ കയ്യിൽ കവർ പോലും പൊട്ടിക്കാത്തൊരു സാരിയുണ്ട്, അതെടുക്കാം, നിൻ്റെ ഇഷ്ടം. നിമിഷ വലം കൈ കൊണ്ട് അപ്പുവിൻ്റെ ഇടം കൈ കൊണ്ട് ഉണ്ണിമായുടെ വലം കൈയിലും പിടിച്ചു. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നത് കരുതലോടെ നോക്കി റോഡ് മുറിച്ചു കടന്നു. നാളെ കഴിഞ്ഞ് നാട്ടിൽ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് അപ്പുവിൻ്റെ മനം. അത് കണ്ടപ്പോൾ ഉണ്ണിമായുടെ മനസ്സും ഹൃദയവും ഒരുപോലെ നിറഞ്ഞു. നിമിഷ, അപ്പു, നിങ്ങളൊന്ന് നിൽക്കുമോ? ഇനി എനിക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. എന്തോ ആലോചനയോടെ പറയുന്നവളുടെ മിഴികളിലേക്ക് നിമിഷ സന്ദേഹത്തോടെ നോക്കി. തുടരും. അപ്പോൾ നിമിഷയും കവിതയും ഉണ്ണിമായും അപ്പുവും എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ്. മനസ്സിന് നീറുന്ന ഒരു വേദന ഉണ്ണിമായുടെ ഉള്ളിലുണ്ടെങ്കിലും അപ്പുവിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള അധികം വിവരമൊന്നും ഉണ്ണിമായ്ക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വല്ലാണ്ടൊന്നും അവളെ തളർത്തിയിട്ടില്ല. അവളത് മാറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ. ഇനിയിപ്പോൾ കവിതയുടെ കല്യാണം കൂടാൻ കുന്നിമണി ഗ്രാമത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം ഉടനെ ഇടാം കേട്ടോ. താങ്ക് യു.